നമ്മൾ NRI സ്റ്റാറ്റസ് നിന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ PAS അക്കൗണ്ട് ഉപയോഗിച്ചാണ് പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാറ്. നമുക്ക് ഇൻട്രാഡേയോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങോ അല്ലെങ്കിൽ കമ്മോഡിറ്റി കറൻസി പോലുള്ള ട്രേഡിങ്ങോ നമുക്ക് അലൗഡ് ആണെന്നുള്ള പല ആളുകളും സംശയമാണ്. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ വാങ്ങി വെക്കുന്നതിനൊക്കെ പറയുന്ന പേരാണ് ഇൻട്രാഡേ. ഇനി ഡെലിവറി അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാങ്ങി നാളെ വിൽക്കുകയോ അല്ലെങ്കിൽ 3 മാസമോ 1 മാസം കഴിഞ്ഞ് വെക്കുന്നതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ NRIസിന് ഈ ഡെലിവറി ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയുള്ളത്, അഥവാ സ്വിംഗ് ട്രേഡിംഗ്. ഇന്ന് വാങ്ങി നാളെ വെക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് കാലം ഹോൾഡ് ചെയ്ത് നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നാമതുള്ള ഒരു ഓപ്ഷനാണ് കമ്മോഡിറ്റി അല്ലെങ്കിൽ കറൻസി ട്രേഡിംഗ്. കമ്മോഡിറ്റി കറൻസി എന്ന് പറഞ്ഞാൽ ഗോൾഡ്, സിൽവർ, ലെഡ്, അലുമിനിയം അതേപോലെ അഗ്രി ഐറ്റംസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. ഇത് നമ്മുടെ NRIസിന് അലൗഡ് അല്ല. അതുപോലെ കറൻസി ട്രേഡിംഗ് അഥവാ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുമായുള്ള പയറിൽ ട്രേഡ് ചെയ്യുന്ന പല കറൻസികളുണ്ട്, പ്രത്യേകിച്ച് GBP, USD, JPY പോലുള്ള കറൻസി. നമ്മൾ NRIs ആകുമ്പോൾ മാക്സിമം PAS അക്കൗണ്ട് ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നമുക്ക് ടാക്സിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ലീഗാലിറ്റി വരണമെങ്കിലും PAS അക്കൗണ്ട് എടുത്ത് മാത്രം ട്രേഡ് ചെയ്യുക. പല ആളുകൾ NRO PAS വെച്ച് ട്രേഡ് ചെയ്യാറുണ്ട്. അവർക്ക് ഇതെല്ലാം അലൗഡാണ്. എന്നിരുന്നാൽ പോലും അവർക്ക് ഫ്യൂച്ചറിൽ ടാക്സ് ലയബിലിറ്റിയും മറ്റും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ചോ PAS അക്കൗണ്ടിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.